സമൂഹത്തിൽ ഒന്നടങ്കം ആളുകൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് തുടക്കം. നമ്മുടെയൊക്കെ ജീവിതമായിട്ട് ഇതിന് നല്ലൊരു ബന്ധം ഉണ്ട്. ഒരു ഡോക്ടറോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നല്ല പ്രാക്ടീസുള്ള ഡോക്ടറാണ്. ഞാൻ ഇങ്ങനത്തെ കാണുമ്പോഴൊക്കെ ചോദിക്കും. ഈ യൂട്യൂബിൽ സംസാരിക്കുന്ന ചോദിച്ചാൽ നിത്യജീവിതത്തിൽ പ്രസംഗമില്ല. ഓരോരുത്തരോടും ചോദിക്കും, ഏറ്റവും അധികം ഏത് രോഗികളാണ് വരണത്? പല സൂക്കടും ഉണ്ടല്ലോ. നിങ്ങളെ കാണാൻ പറ്റുന്നവർക്ക് ഭൂരിപക്ഷവും ഏതാണ് സൂക്കട്? അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ പോയിന്റ്, 90% പേരും സൂക്കടില്ലാത്തവരാ. അവർക്ക് പല മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, വീട്ടിലെ പല പ്രോബ്ലവും ഉണ്ടാവും. ആ വീട്ടിലെ പ്രശ്നത്തിൽ നിന്നൊരു മോചനം കിട്ടണം. ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യയ്ക്ക് കിട്ടുന്നില്ല, അപ്പം കഴുത്തിന് വേദന വരും. ശരിക്കും കഴുത്തിന് വേദനയൊന്നുമില്ല. അപ്പം കഴുത്തിന് വേദന വരുമ്പോഴെങ്കിലും 10 പേര് ഈ കഴുത്ത് വേദനയെ പറ്റി ചർച്ച ചെയ്യും. ഭർത്താവ് ഇനിയിപ്പോൾ എന്താണെന്ന് കൊടുത്തൊന്നുമില്ലല്ലോ, ഡോക്ടറെ കാണാൻ പോവുക. 90% പേർക്കും സൂക്കടില്ല. ബാക്കി 10ൽ ഒരാൾക്ക് സൂക്കടനാവും, ബാക്കി 9 ആൾക്കോ 9 ആളുടെ പ്രോബ്ലം. അവർക്ക് പറയാനുള്ളത് ഇങ്ങനെ ക്ഷമാപൂർവ്വം ഡോക്ടർ മൂളി കേൾക്കണം. അതാണ് അവരുടെ പ്രശ്നം. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുണ്ട്. നമുക്ക് പറയാനുള്ളത് മുഴുവൻ ഒരാൾ കേൾക്കണം. അവർക്ക് കേൾക്കാൻ ക്ഷമയില്ലാതെ വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും. അവിടെ ഇരിക്കേ, ഞാൻ പണ്ട് കേൾക്ക്, ഒരു കാര്യം പണ്ട് മുഴുവൻ കേൾക്കണ്ടേ? ഇവര് കേട്ട് കേട്ട് മടുത്ത കാര്യമാണ്. ക്ഷമാപൂർവം കേൾക്കുന്ന ഡോക്ടർമാരെ ഇഷ്ടം. ഇവർക്കിത് പറഞ്ഞാൽ പിന്നെ മരുന്ന് കിട്ടിയാലും വേണ്ടില്ല, അത് മാറിയില്ലെങ്കിലും വേണ്ടില്ല, ഇത് മുഴുവൻ പറഞ്ഞു തീർക്കണം. ക്ഷമാപൂർവം അവിടെ കേട്ടിരിക്കുന്നവരെയാണ് ഇപ്പം ഇവർക്ക് ആവശ്യം. അല്ല, അത് കഴിഞ്ഞിട്ട് 11 മണിയാവുമ്പോൾ, ഇത് പലവണ കേട്ടാണ്, 11 മണിയാവുമ്പോൾ 8 മണി വരെ ഇവിടെ ഉണ്ടായിരുന്ന വേദന 11:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തും. പിന്നെ 11:30 മണിയാകുമ്പോൾ ഒരു സഞ്ചാരം അടിക്കലുണ്ട്. കേൾക്കുന്ന ആൾ വിചാരിച്ചും 11:30 ആകുമ്പോൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. നീ രാത്രി 11 ആകുമ്പോഴേക്ക് എന്തൊക്കെ കേൾക്കണം. ഇപ്പോൾ പ്രശ്നങ്ങൾ ശ്രദ്ധാപൂർവം മൂളിക്കേട്ടാൽ അനവധി പ്രശ്നത്തിന് പരിഹാരമാവും. അപ്പോൾ ഡോക്ടർമാരിത് മുഴുവൻ കേട്ടാലും ഇല്ലെങ്കിൽ ശരി ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ടല്ലോ വിഷയമൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് ശോധനയൊക്കെ ഇപ്പം ഉണ്ടോ, കറക്റ്റല്ലേ, എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. രാത്രിയും വേദന ഉണ്ടോ, പകലും വേദന ഉണ്ടോ ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇവർക്കിത് വിസ്തരിക്കണം. ഒരാൾ ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പ് കടലാസിൽ എഴുതി വെച്ചിരിക്കുക, ഇന്ന വേദന, കാൽമുട്ടിൽ ഇന്ന പ്രശ്നം, കണ്ണിന് ഇന്ന കുഴപ്പം, കാലിന് ഏതെങ്കിലും ഒന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി. ഇത് മുഴുവൻ പറഞ്ഞു തീരുമ്പോൾ തന്നെ ആശ്വാസമായി. പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഒരു രസികൻ പറഞ്ഞ വാക്കാണ്, നല്ലൊരു ട്രീറ്റ്മെൻ്റാണ് തെറാപ്പി. തെറാപ്പി അതൊരു ചികിത്സയാണ്. ആ തെറാപ്പിക്ക് ആളെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് പലരും അസ്വസ്ഥരായിരിക്കുന്നത്. പലരുടെയും അസ്വസ്ഥത, മക്കളെ കൊണ്ടുള്ള ദുരിതം ഒന്ന് പറയുമ്പോൾ കേൾക്കാൻ ഒരാളെ കിട്ടണ്ടേ? മിക്കവാറും പേര് ഇവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് തുടങ്ങും. ഈ കാര്യം കൗൺസിലിങ്ങിന് വരുമ്പോൾ ഭാര്യാഭർത്താക്കന്മാർ കൗൺസിലിൽ വരുമ്പോൾ ഭർത്താവിനെ ഒരിടത്തിരുത്തണം,
ഭാര്യയോട് സംസാരിക്കണം. ഈ കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തിക്ക് വേണ്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം ക്ഷമ. ആ വ്യക്തിയെ അങ്ങോട്ട് കുറ്റം പറയും. ആ വ്യക്തിയെ അങ്ങോട്ട് കുറ്റം പറഞ്ഞ് ഒരു തവണ ഭർത്താവിന്റെ കുറ്റം പറയുമ്പോൾ വിഷയം ഒന്ന് മാറ്റി കിട്ടാനായിട്ട് ശ്രമം നടത്തുമ്പോഴും പറയണത് കേൾക്കൂ, ആജ്ഞാപിക്കുകയാണ്. 1.5 മണിക്കൂർ ഈ സ്ത്രീ പറഞ്ഞ് ശരിയല്ല എന്ന് പറയല്ല, മറ്റൊരാൾക്ക് ഒരു ഗുണവുമില്ല, എല്ലാ ദുർഗുണങ്ങളിലും കേന്ദ്രീകൃതമാണ്. നമ്മൾ വെറുക്കുന്ന ഒരു വ്യക്തിയിൽ എന്തെങ്കിലും ഗുണമുണ്ട് നമ്മൾ സമ്മതിച്ചു വരുമോ? നാം വെറുക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിക്ക് ഇന്ന ഗുണമുണ്ട് നമ്മൾ സമ്മതിച്ചു വരുമോ? ഇത് മുഴുവൻ കേട്ടിട്ട് മരുന്ന് കിട്ടലല്ല കാര്യം. തെറാപ്പിക്ക് ആളെ കിട്ടുന്നില്ല. മിണ്ടാതെ അത് കേട്ട് നിൽക്കുന്നവരെല്ലാവർക്കും ഇഷ്ടമാണ്. മക്കൾ പറയും അച്ഛന് രാമൻകുട്ടിയെ വലിയ ഇഷ്ടമാണ്. എന്താ രാമൻകുട്ടി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കും, അച്ഛൻ ഇത് മുഴുവനെ പറയും. രാമൻകുട്ടി കേൾക്കുന്നുണ്ടാവില്ല, കേട്ട തന്നെയാണ് ഈ കേൾക്കണത്. വേറെ വല്ല സിനിമയുടെ കഥയൊക്കെ ആലോചിച്ചിരിക്കുകയായിരിക്കും. പക്ഷെ ആശ്വാസമായി. സമൂഹത്തിൽ ഇന്ന് ഭൂരിപക്ഷവും വന്നിട്ടുള്ള ഒരു പ്രധാന കാരണം തെറാപ്പിക്ക് ആളെ കിട്ടുന്നില്ല. എല്ലാവർക്കും ഉണ്ടാവും. ഈ പറഞ്ഞ ഞാനും ഇതിന്ന് മോചനമൊന്നുമല്ല. കുറെ പേരോളം അങ്ങോട്ട് പറഞ്ഞിട്ട് എന്താ ഞാൻ എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്നറിയോ, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ പെര വെച്ചതെന്നുള്ള അറിയോ. അപ്പം വേറെ ആള് വലിയ ആശ്വാസം ആണ്. ഇതിന് പകരം ഇത് മുഴുവൻ മൂളി കേൾക്കുന്നതിന് പകരം നിങ്ങൾ ഗുളിക കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഗുളിക എഴുതി കൊടുത്താൽ മാത്രം തൃപ്തരാവില്ല. അതിലൊരു വിദ്യ ചെയ്യും. തമാശക്കൊരാൾ പറയും, കേട്ട് കേട്ട് മതിയാവുമ്പോൾ ഡോക്ടർ പറയും നാക്കൊന്ന് നീട്ടുക. അഭിനമുണ്ടില്ലല്ലോ, പിന്നെ നാക്ക് നീട്ടിക്കൊണ്ടിരിക്കണ്ടേ. എനിക്കറിയില്ല, ഡോക്ടർമാർ നാക്ക് നീട്ടാൻ പോണേണ്ട രഹസ്യം ഇതാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഡോക്ടർമാർ ക്ഷോഭിക്കണ്ട. വല്ലാതെ വർത്താനം തിളങ്ങുമ്പോഴേ ആ കുഴപ്പവും ഈ കുഴപ്പവും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദനയുണ്ട്. മഞ്ഞുകാലത്ത് ഇപ്പോഴത്തെ ഒരു വേദന വരാണ്ട്, അത് വേറെ. പിന്നെ കാലിൻ്റെ വേറെ. നാക്ക് നീട്ടുക എന്ന് പറയും. നാക്ക് നീട്ടിയാൽ ഉടനെ നാക്ക് നോക്കിയിട്ട് തീരുമാനം എടുക്കുന്നതിന് പകരം ഡോക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും. നാക്കങ്ങനെ നിർത്തിക്കോളത്. ഡോക്ടർക്ക് മൊബൈൽ ഫോൺ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുന്നവരെ ഇയാൾ നാക്ക് നീട്ടിയിരിക്കേണ്ടി വരും മൊബൈലിലൂടെ. ഡോക്ടർ മൊബൈൽ ഫോണിലൂടെ വർത്താനം നിർത്താത്തത് എന്താ വെച്ചാൽ ഇയാൾ വായോർക്കും. അപ്പം ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയാണെങ്കിലും മൂളിക്കേൾക്കാൻ ഒരാളെ കിട്ടിയാൽ എല്ലാവർക്കും സന്തോഷമാണ്. എനിക്കും നിങ്ങൾക്കൊക്കെ സന്തോഷമാണ്. അങ്ങനെയാണല്ലേ? ഇങ്ങോട്ട് ചോദ്യം ചോദിക്കരുത്, മറുപടിയും പറയരുത്. അങ്ങനെയൊക്കെ ഉണ്ടാവും. മഞ്ഞുകാലല്ലേ, ചെവി മൂടിക്കെട്ടിയല്ലോ നടക്കണത്. അപ്പം ചെവിക്ക് വേദന സ്വാഭാവികം. എങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടാവില്ല. ഞാൻ ചെവിയും കൊണ്ട് നടക്കൽ ഇത്ര കാലമായി. ഇതുവരെ മഞ്ഞുകാലത്ത് മൂടിക്കെട്ടാതെ ഇത്ര കാലം ജീവിച്ചല്ലോ. നിങ്ങളുടെ ഈ വർത്താനം കേൾക്കണ്ട, ഞാൻ പറയണത് മൂളി കേൾക്കുക. മൂളി കേൾക്കുന്ന ഭർത്താവിനെ ഭാര്യമാർക്ക് ഇഷ്ടമാണ്. അങ്ങനെയാണല്ലേ? അങ്ങനെയാണല്ലേ? ഒക്കെ മൂള. ആ മൂളി കേൾക്കുന്ന ഭർത്താവിനെ ഭാര്യയ്ക്ക് ഇഷ്ടമാണ്. തിരിച്ചും ഇഷ്ടമാണ്. മൂളി കേൾക്കുന്ന ഭാര്യയെ ഭർത്താവും ഇഷ്ടപ്പെടും.
മൂളി കേൾക്കുന്ന കീഴുദ്യോഗസ്ഥനെ മേലുദ്യോഗസ്ഥന് ഇഷ്ടാവും. മേലുദ്യോഗസ്ഥൻ അങ്ങനെ പല കാര്യവും പറയും. പല കാര്യമൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന കീഴുദ്യോഗസ്ഥൻ അത് വലിയൊരു ചികിത്സയാണ്. തെറാപ്പിയുടെ കുറവാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന പല പ്രശ്നത്തിനും കാരണം. പലരും അസ്വസ്ഥനാവാനുള്ള കാരണം, അവർ അസ്വസ്ഥത കാരണം ഇതൊന്ന് മൂളിക്കേൾക്കാൻ ഒരാളെ കിട്ടണ്ടേ എന്നാണ്. ഫലിത രൂപത്തിൽ ചിന്തിച്ചു എന്നേ ഉള്ളൂ. കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം.